വെൽക്കം ബാക്ക് ടു സെലം ലേണിംഗ്. മക്കളെ, നമ്മൾ ഇന്ന് കുറച്ച് MCQ ആണ് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Who among the following attempted to estimate India's national income for the pre-independence period? Pre-independence periodല് ഇന്ത്യയിലെ നാഷണൽ ഇൻകം അക്കൗണ്ട് ചെയ്യാനായിട്ട് പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാണ്? ആരാണ് അതൊക്കെ അറ്റംപ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് ആൾക്കാരുടെ പേരറിയാം. ആ ആൾക്കാരൊക്കെ ഈ ഓപ്ഷനകത്ത് ഉണ്ടോ നോക്കാം. ദാദാബായ് നവറോജി, ഓഫ് കോഴ്സ് ദാദാബായ് നവറോജി ഉണ്ട്. VK റാവു ഉണ്ട്. RC ദേശായി ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നോക്കി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ജമീന്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. ജമീന്ദാരി സിസ്റ്റം എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്നാണിടാ? 1793 എന്നാണ് 1793. അപ്പം തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നോക്കിക്കോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു സ്റ്റഡി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പറ്റി പഠിക്കാനായിട്ട് എന്ത് ചെയ്ത കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ നിയമിച്ച കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കമ്മിറ്റിയാണ്? കാർവേ കമ്മിറ്റിയാണ് അല്ലേ? യെസ്, ബാക്കി ഒന്നും നമുക്കറിയാം, ഇതിൽ ആൻസർ വരുന്നില്ല. കാർവേ കമ്മിറ്റിയാണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കിക്കോ, നാലാമത്തെ ക്വസ്റ്റ്യൻ. When was India's first official census operation undertaken? എന്നാണ് ഒഫീഷ്യൽ സെൻസസ് പോപ്പുലേഷൻ അതിനെപ്പറ്റി സെൻസസ് എടുത്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാണ്? 1881 സെറ്റ് അല്ലേ ആൻസർ? നോക്കിയോ അടുത്ത ക്വസ്റ്റ്യൻ. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് എത്ര ശതമാനം ആൾക്കാരാണ് അഗ്രികൾച്ചർ സെക്ടറിൽ, കൃഷി മേഖലയിൽ ഉൾപ്പെട്ടിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ശതമാനം ആൾക്കാരായിരിക്കും? 72% ആൾക്കാരാണ്. 72% ആണ്. ഇനി നോക്കിക്കോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ട്രൂ റിഗാർഡിംഗ് ദ ഫോറിൻ ട്രേഡ് ഓഫ് ഇന്ത്യ അണ്ടർ കൊളോണിയൽ പീരീഡ്? ഇന്ത്യ കൊളോണിയൽ പീരീഡ്, അതായത് ബ്രിട്ടീഷുകാരുടെ അടിയിലായിരുന്ന സമയത്ത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിനെ പറ്റി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? ഇനി എന്താ? ഇമ്പോർട്ട് ഓഫ് കമ്മോഡിറ്റീസ് ലൈക്ക് വൂൾ, ഷുഗർ ആൻഡ് ഇൻഡിഗോ ടു ഇന്ത്യ. ആണോ? ഇവിടുന്നല്ലേ ആ വക സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി അയച്ചത്? അവിടുന്ന് എന്തായിരുന്നു ഇങ്ങോട്ട് അയച്ചത്? ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം തെറ്റാണ്. ലൈറ്റ് മെഷീനറി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫാക്ടറീസ് ഓഫ് ഇന്ത്യ. ആ സ്റ്റേറ്റ്മെന്റും തെറ്റല്ലേ? അതും തെറ്റാണ്. ഇന്ത്യൻ ട്രേഡ് വാസ് ഡോമിനേറ്റഡ് വിത്ത് ചൈന, സിലോൺ ആൻഡ് പേർഷ്യ. ആൻസർ കറക്റ്റ് ആണോ? ഇതും തെറ്റാണ് അല്ലേ? അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏത് വരും? ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്. ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. ഏതൊക്കെ തെറ്റ് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താം. ഇനി നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റ് അപ്പോൺ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? വളരെ എളുപ്പമാണ്. എന്നാണ്? 15th March 1950 എന്ത് സെറ്റപ്പ് ചെയ്തത് അല്ലെങ്കിൽ എന്ത് നിലവിൽ വന്നത്? പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ഇപ്പോഴത്തെ പുതിയത് പേരെന്താ? നീതി ആയോഗ് എന്നാണ് കേട്ടോ. അപ്പം 15th March 1950. ഇത് നോക്കിക്കോ, ഹൂ ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പ്രധാന ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹാലനോബിസ്. എന്തെങ്കിലും ആലോചിക്കാനുണ്ടോ? ഒരു ആലോചന വേണ്ട, PC മഹാലനോബിസ് തന്നെയാണ്. ഇത് നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം. മിസ്സേ, ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. കറക്റ്റ് ആയിട്ട് കണ്ണും പൂട്ടി പച്ചവെള്ളം പോലെ ആൻസർ പറയാം. മിക്സഡ് എക്കോണമി ആണെന്നുള്ളത്. മിക്സഡ് എക്കോണമി ഉണ്ടോ? ഒബ്വിയസ്ലി മിക്സഡ് എക്കോണമി. ആൻസറിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് നമുക്ക് പറയാം. മിക്സഡ് എക്കോണമിയാണ്. ഇനി എന്താണ്? ഗ്രീൻ റെവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു. ഹരിത വിപ്ലവം എന്തിലാണ് റിലേറ്റ് ചെയ്യുന്നത്? താഴെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് കറക്റ്റ് ഹരിത വിപ്ലവത്തിനെ കുറിച്ചെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ആണോ? ക്യാഷ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണോ? മിൽക്ക് പ്രൊഡക്ഷൻ ആണോ? അതെല്ലാം ആണോ? നമുക്കറിയാം ഫുഡ് ഗ്രേഡ് പ്രൊഡക്ഷനുമായിട്ടാണ് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. നോക്കിക്കോ, ഇൻ വിച്ച് ഇയർ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നാണ് ഫോം ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാ നമുക്കത് ഫോം ചെയ്തിട്ടുള്ളത്? 1995. എന്നാണ്? 1995. ഈസിയുള്ള ക്വസ്റ്റൻ അല്ലേ? വളരെ ഈസിയുള്ള ക്വസ്റ്റൻ ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ചിലപ്പോൾ നമ്മുടെ എക്സാമിന് ഈ വക ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോ, ദ എസ്റ്റിമേറ്റഡ് മിനിമം കാലറി ഇൻടേക്ക് ഫോർ എ റൂറൽ പേഴ്സൺ. എപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അർബൻ ആണെന്നുണ്ടെങ്കിൽ ആൻസർ മാറും. ഇപ്പോൾ റൂറൽ എന്നാണെന്നുണ്ടെങ്കിൽ എന്താ ആൻസർ വരുന്നത്? 2400 ആണ് ആൻസർ വരുന്നത്. 2400. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ഹെൽത്ത് സെക്ടർ? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് താഴെ പറയുന്നവൽ ഏതാണ്? UGC ആണോ? NCERT ആണോ? ICMR ആണോ? AICTE ആണോ? നമുക്കറിയാം ആദ്യത്തെ 1, 2, 4ാമത്തെ ഓപ്ഷൻ, അതായത് UGC, NCERT, AICTE എന്തുമായി ബന്ധപ്പെട്ടതാണ്? വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ആൻസർ വരുന്നത്? ICMR ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ICMR ആണ് ആൻസർ. നോക്കിക്കോ, ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ
ലിറ്ററസി റേറ്റ് ഇസ് ദ ഹയസ്റ്റ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ള സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ സംസ്ഥാനം? കേരളമാണ്. കേരള ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂറൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്. റൂറൽ ഡെവലപ്മെന്റിൽ എന്തൊക്കെ ഉണ്ട്? താഴെ പറയുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്? എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെന്റ്സ്, ലാൻഡ് റിഫോംസ്, മെഷേഴ്സ് ഫോർ അലിവേഷൻ ഓഫ് പോവർട്ടി. ഇതെല്ലാ സ്റ്റേറ്റ്മെന്റും വരത്തില്ലേ? അപ്പൊ എന്താണ്? ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ്. ഇനി നോക്കിക്കോ, ഗോൾഡൻ റെവല്യൂഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഗോൾഡൻ റെവല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനെയാണ്? ഹോർട്ടികൾച്ചറിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഗോൾഡൻ റെവല്യൂഷൻ ആയിട്ട് വിളിക്കുന്നത്. അപ്പൊ എന്താണ്? ഹോർട്ടികൾച്ചർ ആണ് ഗോൾഡൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഗോൾഡൻ റെവല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ എന്താ ആലോചിച്ചാൽ മതി? ഹോർട്ടികൾച്ചർ ആലോചിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എൻ അഡ്വാൻറ്റേജ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? താഴെ പറയുന്നവയിൽ അഡ്വാൻറ്റേജ് അറിയാൽ ഒരു മെറിറ്റ്, ഒരു നല്ല കാര്യം ഏതാണ്? ഇറ്റ് ഈസ് ലേബർ ഇന്റൻസീവ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ലേബർ ഇന്റൻസീവ് ആണ്, ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്നു. ഇറ്റ് ഈസ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി, എക്കോ ഫ്രണ്ട്ലി ആണ്, ഉറപ്പാണ്. ഇറ്റ് യൂസസ് ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഓർഗാനിക് ഇൻപുട്സ്, അതും കറക്റ്റ് ആണ്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ എന്താണ്? ഡി, ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, നബാർഡ്. നബാർഡ് ഇസ് ദ ഓപ്പൺ ബാങ്ക് പ്രൊവൈഡിംഗ് ക്രെഡിറ്റ് ടു. ഏത് സെക്ടറിലേക്കാണ് നബാർഡ് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത്? യെസ്, ഏത് സെക്ടറാണ്? അഗ്രികൾച്ചർ സെക്ടറിലേക്കാണ്, മറന്നു പോലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നേഷൻസ് ഹാസ് ലോവസ്റ്റ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആസ് GDP. താഴെ പറയുന്നതിൽ ഏത് നേഷൻസിനാണ് ലോവസ്റ്റ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, അത് GDP ഒരു പെർസെൻറ്റേജ് ഉള്ളത് ഏതാണ്? ശ്രീലങ്ക ആണ്. ഏതാണ്? ശ്രീലങ്കയാണ്. ഇനി നോക്കിക്കോ, ഫൈൻഡ് ഔട്ട് കൺവെൻഷണൽ എനർജി. നോൺ കൺവെൻഷൻ അല്ല, കൺവെൻഷണൽ എനർജി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോഗ്യാസ്, വിൻഡ് എനർജി, പെട്രോളിയം, സോളാർ എനർജി. ഇതിൽ ഏതാണ്? പെട്രോളിയം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നോക്കിക്കോ, വിച്ച് ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ എസ്റ്റിമേറ്റിംഗ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. ഏത് ഓർഗനൈസേഷൻ ആണ്? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ അഥവാ NSSO. ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കംസ് അണ്ടർ എ ജോമെട്രിക് ഡയഗ്രാം. ജോമെട്രിക് ഡയഗ്രത്തിന് അടിയിൽ വരുന്നത് ഏതാണ്? ഹിസ്റ്റോഗ്രാം അല്ല, ബാർ ഡയഗ്രാം, ഒജീവ്സ് അല്ല, എന്തായാലും ഫ്രീക്വൻസി പോളിഗൺ അല്ല. ഓഫ് കോഴ്സ് ആൻസർ ബാർ ഡയഗ്രാം ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ഫോർ ഫൈൻഡിങ് മോഡ് ഡയഗ്രമാറ്റിക്കലി. മോഡ് ഡയഗ്രമാറ്റിക്കലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഏതിലൂടെയാണ്? ഹിസ്റ്റോഗ്രാമിലൂടെയാണ് അല്ലേടാ, ഹിസ്റ്റോഗ്രാമിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഹിസ്റ്റോഗ്രാം ആണ് ആൻസർ. ഹൂ ഡെവലപ്ഡ് റാങ്ക് കോറിലേഷൻ. റാങ്ക് എന്ന് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരാളുടെ പേര് നിങ്ങൾ മനസ്സിലാലോചിക്കണം. ആരാണ്? സ്പിയർമാൻ. റാങ്ക് കോറിലേഷൻ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ സ്പിയർമാൻ ആലോചിച്ചു. സ്പിയർമാൻ ആൻസർ. പുള്ളിയുടെ ഫുൾ നെയിം വന്നിട്ട് ചാൾസ് സ്പിയർമാൻ ആണ്. ഓക്കെ, ഇനി ഇഫ് R ഈസ് ഈക്വൽ ടു +1, ആറിൻ്റെ വാല്യൂ, അതായത് കോറിലേഷൻ ആറിൻ്റെ വാല്യൂ +1 ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം അത് പോസിറ്റീവ് ആണ്, 1ഉം കൂടിയാണ്. എന്താണ് ആൻസർ? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. സപ്പോസ് -1 ആണ് വന്നിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പൊ ആൻസർ ഇവിടെ എന്താ? +1 ആയതുകൊണ്ട് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇഫ് R is positive, the two variables will move in. R പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 2 വേരിയബിൾസ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? ഇൻവേഴ്സ് ഡയറക്ഷൻ ആണോ? സെയിം ഡയറക്ഷൻ ആണോ? നൺ ഓഫ് ദി അബവ് ആണോ? ഏത് ഡയറക്ഷനിലായിരിക്കും? അതായത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വേരിയബിൾ കൂടുമ്പോൾ അടുത്ത വേരിയബിളും കുറയുന്നു. ഇനിയിപ്പോൾ ഒരു വേരിയബിൾ കുറയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അടുത്ത വേരിയബിളും കുറയുന്നു. അപ്പോൾ 2 വേരിയബിൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്? സെയിം ഡയറക്ഷനിലാണ്. R പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ദ റേഞ്ച് ഓഫ് സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ്. എന്താണ് ആൻസർ വരുന്നത്? എവിടെ തൊട്ട് എവിടെ വരെ റേഞ്ച് ചെയ്യുന്നത്? -1 മുതൽ +1 വരെയാണ് റേഞ്ച് ഓഫ് സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, -1 മുതൽ +1 വരെ. ഇത് നോക്കിക്കോ, ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ട് ഈസ്. താഴെ പറയുന്ന പോലെ ഏതൊക്കെയാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ടിന്റെ എസെൻഷ്യൽ ഭാഗങ്ങൾ, എസെൻഷ്യൽ പാർട്സ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഒബ്ജക്റ്റീവ്സ് ആണോ? മെത്തഡോളജി ആണോ? അനാലിസിസ് ആണോ? ഓൾ ഓഫ് ദി അബവ് ആണോ? എന്താണ്? ഒബ്ജക്റ്റീവ്സും മെത്തഡോളജിയും അനാലിസിസും എല്ലാം ആൻസർ ആയിട്ട് വരത്തില്ലേ? അപ്പൊ എന്താണ്? ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. ഇത് നോക്കിക്കോ, ഡേറ്റ കളക്ഷൻ ഈസ് കവേർഡ് അണ്ടർ വിച്ച് പാർട്ട് ഓഫ് പ്രൊജക്ട് വർക്ക്. ഡേറ്റ കളക്ഷൻ ഏത് ഭാഗത്താണ് കവർ ചെയ്യുന്നത്? ഏത് ഭാഗം ചെയ്യുമ്പോഴാണ് ഡേറ്റ കളക്ഷൻ അതിനകത്ത് വരുന്നത്? നമുക്കറിയാം ഡേറ്റ കളക്ഷൻ ചെയ്യാൻ വേണ്ടി കുറേ മെത്തേഡ്സ് ഉണ്ട്. ഞാനൊരു ക്ലൂ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു അല്ലേ? ആ മെത്തേഡ്സ് ഉള്ളത് കൊണ്ട് അത് മെത്തഡോളജിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നോക്കിക്കോ, മെത്തഡോളജിയിലാണ് എന്ത് വരുന്നത്? ഡേറ്റ കളക്ഷൻ വരുന്നത്. ഡൗട്ട് ഇല്ലല്ലോ?
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ബേസിക് എക്കോണമിക് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ്. ബേസിക് എക്കോണമിക് ആക്ടിവിറ്റീസിൽ ഏതൊക്കെയാണ് താഴെ പറയുന്നതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ, കൺസപ്ഷൻ. ഈസി അല്ലേ? ഇത് മൂന്നും ഇല്ല എക്കോണമിക് ആക്ടിവിറ്റീസിൽ, ബേസിക് എക്കോണമിക് ആക്ടിവിറ്റീസിൽ. ഏതാണ്? ഡി ആണ്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ. പ്രീ ടെസ്റ്റിംഗ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ ഈസ് നോൺ ആസ്. ക്വസ്റ്റ്യനെയറിനെ പ്രീ ടെസ്റ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? പൈലറ്റ് സർവേ എന്നാണ് പറയുന്നത്. ചില എപ്പിസോഡ്സ് ഒക്കെ കണ്ടാൽ നമ്മളിപ്പം ചില നെറ്റ്ഫ്ലിക്സ് ആവട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതിൽ കാട്ടെ നമ്മളൊരു പൈലറ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞ് കാണിക്കും അല്ലേ? യെസ്, അതാണ്. അതിന് ആലോചിച്ചാൽ മതി ഇതിലോട്ട്. ഓക്കെ, ഡേറ്റ കളക്റ്റഡ് ഫ്രം എ ന്യൂസ് പേപ്പർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അതായത് ന്യൂസ് പേപ്പറിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ നമ്മൾ എന്താ വിളിക്കുന്നത്? സെക്കൻഡറി ഡേറ്റ ആണ്. സെക്കൻഡ് ഹാൻഡ് ഡേറ്റ അല്ല, അപ്പം സെക്കൻഡറി ഡേറ്റ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി പോപ്പുലേഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോട്ടാലിറ്റി ഓഫ് ഐറ്റംസ് അണ്ടർ സ്റ്റഡി ആണ് ആൻസർ വരുന്നത്. ഇനി നോക്കിക്കോ, ദ ഡേറ്റ കളക്റ്റഡ് ബൈ ആൻ ഇൻവെസ്റ്റിഗേറ്റർ ഫ്രം എ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റർ കുറച്ച് ഡേറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇനി പോപ്പുലേഷൻ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ. ജെൻഡറിന്റെ ബേസിസിൽ നമ്മൾ പോപ്പുലേഷനെ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ബേസിസ് ആണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണോ? അല്ല. ക്വാണ്ടിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് വേണം. കൊറോണോളജിക്കൽ അല്ല, സ്പേഷ്യൽ അല്ല. അപ്പോൾ എന്താ ആൻസർ വരുന്നത്? ക്വാളിറ്റേറ്റീവ് ആണ് അല്ലേ? ജെൻഡർ എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവിൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പം ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇനി ടാലി മാർക്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെന്റ്. ടാലി മാർക്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെന്റ് എന്താണ്? ക്ലാസ് ഫ്രീക്വൻസി ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നോക്കിക്കോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ? ഏതാണ്? പോപ്പുലേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾ ആയിട്ടുള്ളത്. വേരിയബിൾ വിച്ച് ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. ഏത് ന്യൂമറിക്കൽ വാല്യൂ വേണമെങ്കിൽ എടുക്കാൻ കഴിയുന്ന വേരിയബിൾസ് നമ്മൾ എന്ത് വിളിക്കും? കണ്ടിന്യൂവസ് വേരിയബിൾസ്. എന്ത് വിളിക്കൂടാ? കണ്ടിന്യൂവസ് വേരിയബിൾസ് എന്ന് വിളിക്കും. ഇനി നോക്കിക്കോ, ക്ലാസ് ഇന്റർവെൽ ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു. ക്ലാസ് ഇന്റർവെൽ ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് വിളിച്ചത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ക്ലാസ് ലിമിറ്റ്. അപ്പർ ക്ലാസ് ലിമിറ്റ് മൈനസ് ലോവർ ക്ലാസ് ലിമിറ്റ്. തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി ഡാറ്റ ക്ലാസിഫൈഡ് വിത്ത് റെഫറൻസ് ടു ടൈം സച്ച് ആസ് ഇയേഴ്സ്, മന്ത്സ്, വീക്ക് എക്സെട്ര ആർ നോൺ ആസ്. ഒരു ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു മന്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വീക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ, തരം തിരിക്കാന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വിച്ച് ഡിവൈഡ്സ് ദ സീരീസ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. ഏത് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഏത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്തിട്ടാണ് ഒരു സീരീസിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഏതാണ്? മീഡിയൻ ഉപയോഗിച്ചാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒബ്സർവ്ഡ് വാല്യൂ ഇൻ എ സീരീസ്. ഫ്രീക്വൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു സീരീസിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മോഡാണ് അങ്ങനെ ഫ്രീക്വൻ്റ്ലി ഒബ്സർവ് ചെയ്യുന്ന ഒരു വാല്യൂ. ഇനി ദ സം ഓഫ് ദ വാല്യൂസ് all observation divided by the number of observation is എന്താണ് ആൻസർ? അരിത്തമെറ്റിക് മീൻ ആണ് ആൻസർ വരുന്നത്. എന്താണ്? അരിത്തമെറ്റിക് മീൻ ആണ് ആൻസർ വരുന്നത്. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ചേഞ്ചസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ്. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസിന് ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ എത്ര ചേഞ്ച് ഉണ്ടായി ആ ചേഞ്ച് മെഷർ ചെയ്യുന്ന യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഇൻഡെക്സ് നമ്പർ ഉണ്ട്, റേഞ്ച് ഉണ്ട്, മീൻ ഡീവിയേഷൻ ഉണ്ട്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉണ്ട്. ഏത് ആൻസർ വരുന്നത്? ഇൻഡെക്സ് നമ്പർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി വിച്ച് ഇൻഡെക്സ് നമ്പർ ഈസ് നോൺ ആസ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ്. കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് എന്നറിയപ്പെടുന്ന ഇൻഡെക്സ് നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് അങ്ങനെ അറിയപ്പെടുന്നത്. കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് എന്നറിയപ്പെടുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഇത് നോക്കിക്കോ, ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെഷേഴ്സ് ചേഞ്ചസ് ഇൻ. ഏതിലുള്ള ചേഞ്ചസ് ആണ് മെഷർ ചെയ്യുന്നത്? റീറ്റെയിൽ പ്രൈസിലുള്ളതാണ് അല്ലേ? റീറ്റെയിൽ പ്രൈസിലുള്ളതാണ്. വിച്ച് ഇൻഡെക്സ് നമ്പർ ഇൻഡിക്കേറ്റ് ദ ചേഞ്ചസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ. ജനറൽ പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാണിക്കുന്ന അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ താഴെ പറയുന്നതിൽ ഏതാണ്? ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആണോ? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണോ? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണോ? സെൻസെക്സ് ആണോ? ഏതാണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൈസ് ഇൻഡെക്സ് ഡിപ്പെൻഡ് ഓൺ ബേസ് പീരിയഡ് ക്വാണ്ടിറ്റി. ബേസ് പീരിയഡ് ക്വാണ്ടിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന താഴെ പറയുന്ന ഏത് ഇൻഡെക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? ലാസ്റ്റ് പെയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, ഹോർട്ടിക്കൾച്ചർ ഏതുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? നമുക്കറിയാം ഹോർട്ടിക്കൾച്ചറിനെയാണ് നമ്മൾ ഗോൾഡൻ റെവല്യൂഷൻ ആയിട്ട് റെഫർ ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താണ് ഹോർട്ടിക്കൾച്ചറായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്? എ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ആണ്. ബി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്ലവേഴ്സും. ഇനി സി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഫിഷ്. ഡി എന്ന് പറയുന്നത് ആനിമൽ ഹസ്ബൻഡറി. നമുക്കറിയാം ആൻസർ വന്നിട്ട് ബി ആണ്. പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഇതൊക്കെയാണ് ഹോർട്ടിക്കൾച്ചറിൽ വരുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് താഴെ പറയുന്നതിൽ ഏതായിട്ടാണ് അസോസിയേറ്റ് ഉള്ളത്? നമ്മൾ ആ മനസ്സിലായിരിക്കും ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് ആലോചിക്കുമ്പം മിൽക്ക് പ്രൊഡക്ഷൻ ആണ്. ഇനി പേഴ്സൺസ് who own and operate an interface to earn their livelihood is known as, അവർ തന്നെ ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എന്റർപ്രൈസിനെ, അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ എന്റർപ്രൈസിനെ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? സെൽഫ് എംപ്ലോയിഡ് അല്ലെ, അവർ സ്വന്തമായിട്ട് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ താഴെ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? താഴെ പറയുന്ന ഏതാണ് കറക്റ്റാ ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ 100. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ, വേറെ ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? എ തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കിക്കേ, വിച്ച് അമോങ് ദ ഫോളോയിങ് കൺട്രീസ് ഹാസ് ഹയസ്റ്റ് അർബനൈസേഷൻ? താഴെ പറയുന്ന രാജ്യങ്ങളിൽ താഴെ കുറച്ച് രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ഹയസ്റ്റ് അർബനൈസേഷൻ ഉള്ള കൺട്രി എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഇന്ത്യ ആണോ, ചൈന ആണോ, ശ്രീലങ്ക ആണോ, പാകിസ്ഥാൻ ആണോ? ഏതാണ് ആൻസർ വരുന്നത്? ചൈനയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, ഇതോടെ കൈമ കഴിഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഇസ് റിലേറ്റഡ് വിത്ത് ദ ഗ്രേറ്റ് പ്രോലറ്റേറിയൻ കൾച്ചറൽ റെവല്യൂഷൻ? താഴെ പറയുന്നതിൽ ഏതാണ് ഗ്രേറ്റ് പ്രോലറ്റേറിയൻ കൾച്ചറൽ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാജ്യം? ചൈന ആണോ, പാകിസ്ഥാൻ ആണോ, ഇന്ത്യ ആണോ, അത് നൺ ഓഫ് ദീസ് ആണോ? ഇതിന്റെയും ആൻസർ എന്ത് തന്നെയാണ്? ചൈന തന്നെയാണ്. അപ്പൊ മക്കളെ, നമ്മൾ എന്താണ് കുറച്ച് MCQs ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ മക്കളെ എല്ലാവർക്കും ഒരു നല്ല എക്സാം ആവട്ടെ. നിങ്ങളുടെ എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്യൂ. ഓൾ ദ ബെസ്റ്റ്.